ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പോലും നമുക്കൊരു പകരക്കാരനുണ്ടായിരിക്കും ഇല്ലേ? ഓഫീസിലാണെങ്കിൽ, കൃഷിസ്ഥലത്താണെങ്കിൽ വേറെ ആൾക്കാരെ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും കാര്യത്തിന് പോകാൻ ഡ്രൈവറെ വെച്ച് നമുക്ക് പോകാം. എന്ത് കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കി, വീട്ടിലെ പണി ചെയ്യാൻ ആളെ വെക്കാം, എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ആളെ വെക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരി എന്നിങ്ങനെയുള്ള എന്തെങ്കിലും, അനിയൻ, മാതാപിതാക്കൾ, ഏത് റോള് വേണമെങ്കിലും നമുക്ക് ഒത്തിരി റോളുകളിൽ കൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതിന് പകരം വെക്കാൻ ആരെയും കിട്ടുകയില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു കുടുംബത്തിൽ ഒരു നാഥനായിട്ടുള്ള അച്ഛന് അല്ലെങ്കിൽ ഒരു ഭർത്താവ്, അയാൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ തന്നെ ചെയ്യണം, അല്ലാണ്ട് വേറൊരാളും ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഓർക്കുക, പകരം വെക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ജീവിതം എന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നമുക്ക് പകരം വയ്ക്കാൻ പറ്റും. പക്ഷേ കുടുംബം എന്ന് പറയുന്ന കുടുംബനാഥ അല്ലെങ്കിൽ നാഥൻ എന്ന് പറയുന്നവർക്ക് പകരം വെക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത് നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അവിടെ ഒരു പകരക്കാരൻ വരുമ്പോഴാണ് കുടുംബജീവിതം തകർന്നു പോകുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പകരക്കാരനില്ലാതെ നമ്മൾ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ശരിയാണോ?